ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇടതുപക്ഷത്തിന്റെ വലിയൊരു പിന്തുണ കിട്ടിയിരുന്നു, കോൺഗ്രസിന്റെയും കിട്ടിയിരുന്നു പൃഥ്വിരാജിനും സംഘത്തിനും ഈ സിനിമയിൽ ഒരു തിരുത്തലും വരുത്തേണ്ട എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ് പരസ്യമായിട്ട്. അദ്ദേഹം വന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ 24 വെട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കാതെ വന്നത്? സെൻസർ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയ പടമാണ്. ആർക്കും ഒരു പരാതിയും ഒഫീഷ്യലായിട്ടുണ്ടായിരുന്നില്ല ഈ പ്രതിഷേധങ്ങളല്ലാതെ. അതും ഒരു അക്രമ സമരത്തിലേക്കൊന്നും നീങ്ങിയില്ല. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു, ഓൺലൈൻ വഴിയുള്ള പ്രതിഷേധം, അത്തരം കാര്യങ്ങൾ മാത്രം വന്നപ്പോഴും എന്തുകൊണ്ടാണ് ഈ കട്ടുകൾ ഒഴിവാക്കാൻ കഴിയാതെ വന്നത്? അപ്പോൾ ഒരു രാഷ്ട്രീയം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ആ രാഷ്ട്രീയത്തോട് അതിനോടൊപ്പമുള്ളവർക്ക് യോജിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഈ തിരുത്തലുകൾ വേണ്ടി വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതില് ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും ഒക്കെ പിന്നെ ഈ പറയുന്നതിനായി സപ്പോർട്ട് ചെയ്തതെന്ന് ഞാനതിൽ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. കാരണം ഇവരൊക്കെ തരാതരം പോലെ ഇവർക്കെതിരായിട്ട് വന്ന സിനിമകളെ അതിനിശിതമായിട്ട് വിമർശിച്ചവരും ഇപ്പം പറയും ഞങ്ങൾ തീർച്ചയായിട്ടും നിഷേധിച്ചിട്ടില്ല, അത് ഇതില്ലെന്ന് ഇതിൽ. പക്ഷെ നമുക്കറിയാം പല സിനിമകളും വേണ്ട വിധം കളിക്കാതെ പോയതും ബുദ്ധിമുട്ടിയതും മുരളി ഗോപിയുടെ സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾ, എമർജൻസി ഉൾപ്പെടെയുള്ള സിനിമ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഇതിൽ പറയുന്നത് അവർ വേറെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നല്ലാതെ അവരൊന്നും ഈ പറയുന്നത് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. അത് വേറെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ വേറൊരു നിങ്ങൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരം ഇതാണ്. അത് ബേസിക്കലി ഇതൊരു ബിസിനസ്സാണ്, വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള വലിയൊരു ബിസിനസ്സാണ്. ഇതിലിപ്പോൾ ലാൽ സാറിനാണെങ്കിലും പൃഥ്വിക്കാണെങ്കിലും മുരളി ഗോപിക്കാണെങ്കിലും അവർക്കൊന്നും ഈ കഥ അറിയില്ല, ഇതിനെ മൊത്തം കാര്യങ്ങൾ അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അറിയേണ്ടതാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിട്ടൊരു കഥ വരുമ്പോൾ ഈ സിനിമയുടെ മൊത്തം ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഗുജറാത്ത് കലാപം സിനിമയെ പറയുന്നില്ല, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ അപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും പിന്നെ കോമ്പിനേഷൻ സീനുണ്ട്, അതിൽ ഈ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അന്വേഷിക്കുകയോ എന്താന്ന് ഒരു മോഹൻലാൽ മനസ്സിലാക്കിയെടുത്ത് അദ്ദേഹം അതേ ക്യാരക്ടർ നന്നായി പഠിച്ചിട്ട് ഇന്റേണലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇതിൽ ഗോപാലേട്ടൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ എന്ന് ചാടിപ്പോയത്. ഒരുപക്ഷെ ആന്റണിക്കും ഇതിന്റെ ഒരു ഗ്രാവിറ്റി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവസാനം ലാലേട്ടൻ വിളിച്ച് പറഞ്ഞു, ഗോപാലേട്ടൻ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മളെ പടം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഗോപാലേട്ടൻ ഇപ്പൊ എന്റെ കാശുണ്ട്, ഗോപാലേട്ടൻ പിന്നെ ലാലേട്ടൻ എന്നെയാണ് ലാൽസാർ എന്നെ അവൾ വിളിക്കുന്നത്, ഫക്രുദ്ദീനെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ. അത് മോഹൻലാലല്ലേ നമ്മളെ വിളിച്ച് പറയുന്നത്, നമ്മൾ സഹായിക്കും. അതുപോലെ ഗോപാലേട്ടൻ കൊണ്ട് അതിൽ തലവെച്ച് കൊടുത്തത് അത് ഗോപാലേട്ടൻ കുറച്ച് തലവേദനയായിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഗോപാലേട്ടൻ ബേസിക്കലി ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർ ഒരിക്കലും എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കലഹിക്കാൻ നിൽക്കുന്നത് അത് ബുദ്ധിമുട്ടാണ്. അത് വളരെ അപൂർവമായിട്ടാണ് ബിസിനസ്സുകാർ ആ രീതിയിൽ എസ്പെഷ്യലി ഫിനാൻഷ്യൽ മേഖലയിലുള്ള ആളുകൾ കലഹിക്കുള്ളൂ. അത് ഗോപാലേട്ടൻ വെറുതെ എന്ന ഗോപാലേട്ടനെ പിടിച്ച് പണി മേടിച്ചു കൊടുത്ത പോലെ ആയിപ്പോയി ഈ സംഭവങ്ങളെല്ലാം കൂടെ. അതർവൈസ് എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും അറിയാതെ വന്ന് പെട്ടതാണെന്നും തോന്നുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു റിയാക്ഷൻ, കാരണം ഇതൊക്കെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞത് ഈ ഗുജറാത്ത് കലാപം നടന്ന ഉടനെ തന്നെ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ദൈവനാമത്തിൽ നടന്ന സിനിമ. അതിൽ ഈ പറഞ്ഞ ഒരു തീവണ്ടിയുണ്ട്, കർഷകരായിട്ടുള്ള സന്യാസി വരുന്നുണ്ട്, അവരുടെ ഷൂലങ്ങനെ പൃഥ്വിരാജിന്റെ മുഖത്ത് കുത്തിപ്പോകുന്നുണ്ട്. പിന്നെ അവരും തീവ്രവാദിയായി മാറുന്ന പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിൽ ആപ്പാട പറയുന്ന ഒരു കാരണം ആ സിനിമയിൽ അതാണ്. അതേപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയിൽ ഒരു കല്യാണം ആണ് അതിന്റെ ഫസ്റ്റ് മറ്റോ, അതിൽ ഇങ്ങനെ ഗുജറാത്തിലെ ഒരു ട്രെയിനിന്റെ ശബ്ദത്തിൽ ആ പിന്നെ സിനിമ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ദിലീപിന്റെ ഒരു സിനിമ കഥാവശേഷം ടി വി ചന്ദ്രനെ, അതൊക്കെ മെയിൻ സ്ട്രീം സിനിമ അല്ല. അതിൽ ദിലീപ് ആത്മഹത്യ ചെയ്യുന്ന ഗുജറാത്ത് കലാപം കൊണ്ടാണ്. ഇയാളെ വീട്ടിൽ പാലുണ്ട കൊടുത്തൊരു പങ്കുവച്ച് ഭീകരമായിട്ട് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ആ ഫോട്ടോ കണ്ടിട്ട് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാണ്. എന്നിട്ട് ആ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ മൊത്തം. ഇതൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ട് അതൊന്നും വലിയ വിഷയമില്ലാതെ പോയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പല രീതിയിലുള്ള ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ഇവൻ പെന്തക്കോസ്തുകാരെ എല്ലാം തന്നെ ഭീകരമായിട്ട് വിമർശിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അതൊന്നും അങ്ങനൊന്നും വലിയ വിഷയമായില്ല. അതുകൊണ്ട് മുൻകാല സിനിമകളുടെ രാഷ്ട്രീയം കൂടി ചർച്ചയായതുകൊണ്ട് അതിന്മേൽ പിടിച്ചുകൊണ്ടാണല്ലോ RSS തുടർച്ചയായിട്ട് ഈ സിനിമയെ വിമർശിച്ചുകൊണ്ടിരുന്നതും ഓർഗനൈസറിൽ ലേഖനം വന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ പൃഥ്വിരാജിന്റെ ഈ ലക്ഷദ്വീപ് സംഭവ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് കൂടി ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ CAA സമര സമയത്തുള്ള പൃഥ്വിരാജിന്റെ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള നിലപാട്, അങ്ങനെ സെലക്റ്റീവായിട്ട് അദ്ദേഹം പെരുമാറുന്നു എന്ന രീതിയിലാണ് RSS ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അത് ഈ സിനിമയിൽ കടന്നു വന്നു എന്നുള്ളതാണല്ലോ ഇതിൽ വിമർശന വിധേയമായി വന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തപ്പെടുമ്പോഴും അത് പൃഥ്വിരാജിന്റെ ഇഷ്ടപ്രകാരം തിരുത്തപ്പെട്ടതല്ല, മറിച്ച് മോഹൻലാലിന്റെയും ഈ പറയുന്ന ഗോകുലം ഗോപാലിന്റെയും ഒക്കെ താല്പര്യം അതിനകത്തുള്ളത് കൊണ്ട് തിരുത്തപ്പെട്ടു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും അതുകൊണ്ടാണ്. അത് ശരിയുമായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു കാര്യം പൃഥ്വിരാജിന്റെ പൊളിറ്റിക്സ് അതിലുപരിയായിട്ട് മുരളി ഗോപിയുടെ പൊളിറ്റിക്സ് ആണ് വരിക. കാരണം മുരളിയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്.
മുരളി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം വളരെ ഫാക്ച്വലായിട്ട് അദ്ദേഹം ഇൻഡിപെൻഡന്റ് സ്ട്രോങ് നിലപാടുകളുള്ള ആളാണ്. പലപ്പോഴും അദ്ദേഹം തുറന്നു പറയാതെ അദ്ദേഹത്തിന്റെ സൗഹൃദ വേദികളിലാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് പാർട്ട് ടൈം ജേർണലിസം ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ മുരളി ഗോപിനെ ഇന്റർവ്യൂ ചെയ്തു. ഞാൻ പിന്നെ പാർട്ട് ടൈം ജേർണലിസം എന്ന പരിപാടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ തന്നെ കാരണം ഇന്റർവ്യൂ ആണ്. കാരണം ഞാൻ മുരളി ഗോപിയായിട്ട് ചർച്ച ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് വന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ RSSന് പക്ഷേ മലയാള സിനിമയിൽ പോസിറ്റീവായിട്ട് RSSനെ കാണിക്കുന്ന ഒരു സിനിമ അതാണ്. മുരളി ഗോപിയുടെ അടുത്ത സുഹൃത്താണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മുരളി ഗോപിനോട് ചോദിച്ചു, ഈ പറയുന്ന RSSനെ കാണിക്കുന്നത് ഒരു കൃത്യമായ ഒരു എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ഒരു മുരളി ഗോപിനെ അന്ന് നമ്മളൊരു RSS ആയിട്ടാണ് കണ്ടിരുന്നത്. അവൻ അച്ഛനൊരു സംഘത്തിന്റെ ചായ ഉള്ളതുകൊണ്ട്. അപ്പൊ മുരളി ഗോപി നമ്മൾ തിരുവനന്തപുരത്ത് ഈ പറയുന്ന എന്താണ് ആ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഫോർട്ട് ഏരിയ കൂടെ പോകുമ്പോൾ ഇങ്ങനെ RSSന്റെ ശാഖകൾ കാണാൻ പറ്റും അവിടെ നമുക്ക്. അത് പിന്നെ തിരുവനന്തപുരത്തെ പറ്റിയ കഥ സ്വാഭാവികമായിട്ട് അത് കടന്നു, കണ്ണൂരിനെ പറ്റി പറയുമ്പോൾ അരിവാൾ ചുറ്റി കടന്നു വരുന്നപോലെ കടന്നു വരും എന്നുള്ളത്. അപ്പൊ RSS ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് അന്ന് ആളുകൾ പറയാൻ മടിച്ച സമയത്ത് അത് എന്നോട് പറയും. ഞാനത് എഴുതി, ഞാനതിനുശേഷം പ്രിന്റ് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹം ഓക്കെ. പക്ഷെ അന്ന് ടൈറ്റിൽ ഇതായിരുന്നില്ല കൊടുത്തത്, ടൈറ്റിൽ വേഗം ടൈറ്റിൽ ഞാൻ കൊടുത്തു. അദ്ദേഹം ഓക്കെ, ഞാനും ഓക്കെ. പക്ഷേ ഫൈനലി അടിച്ചു വന്ന സമയത്ത് ക്യാച്ചി ആയിട്ട് നിങ്ങളെ ജേർണലിസം സെൻസേഷൻ ആണെന്ന് എനിക്ക് എന്നാ മനസ്സിലായി. ക്യാച്ചി ആയിട്ട് RSS ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന രീതിയിൽ അടിച്ചു വന്നു. അത് മുരളി ഗോപി അങ്ങനെ ടൈറ്റിൽ വരണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ അദ്ദേഹം കണ്ടന്റിൽ അത് പറയുകയുണ്ടായി. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ വേറെ പല കാര്യങ്ങളും ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിശക്തവും വസ്തുനിഷ്ഠവും അദ്ദേഹത്തിൻ്റെതായ കൺവിക്ഷനുള്ള നിലപാടുകളും ഉള്ള ഒരാളാണ്. ആ പൊളിറ്റിക്സ് അതിൽ കടന്നു വരികയും അത് സ്വാഭാവിക പൃഥ്വിരാജ് ഇത്തരം പൊളിറ്റിക്സ് കേട്ടാൽ മനസ്സിലാവുന്ന ആളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുമാണ്. അത് പൃഥ്വിരാജ് കൂടി അതിനുള്ള നോഡ് കൊടുക്കുകയും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.